മൈസെൽഫ് ഇസ് ദേവനന്ദന ഇസ്നാഥ്. ഞാനൊരു ACCA സ്റ്റുഡൻ്റ് ആണ്. ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമിയിലാണ് ഞാൻ എൻ്റെ ACCA കയറ്റിയത്. ഞാൻ എൻ്റെ ACCA കോഴ്സ് ചെയ്യുന്നത് ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമിയിലാണ്. വേൾഡ് റാങ്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു റാങ്കിന് വേണ്ടി ട്രൈ ചെയ്തത് തന്നെ ഒരു 200 പൗണ്ട് നമുക്ക് കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. വേൾഡ് റാങ്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ 200 പൗണ്ട് അവർ റീഫണ്ട് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എമൗണ്ട് കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് അത് വേൾഡ് റാങ്ക് 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെ പഠിച്ചു. ഇപ്പോൾ നമുക്കിപ്പോൾ ACCA പഠിക്കാവുമ്പോൾ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ അർമാദിച്ച് നടക്കാനൊന്നും പറ്റില്ല, പഠിക്കണമല്ലോ. സോ ഒരുപാട് ഇവൻറ്റ്സിനാണെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ അതൊന്നും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ടായില്ല. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ അവരൊക്കെ കറങ്ങാൻ പോകുമ്പോൾ നമുക്കങ്ങനെ പോകാനൊന്നും പറ്റില്ല. ബട്ട് ട്രിപ്പിൾ ആയിട്ട് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അതാണ് ഒരു ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം. എൻ്റെ ഫാക്കൽറ്റി ഇത്യാസ് സാറായിരുന്നു. ഇത്യാസ് സാറ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു FRൻ്റെ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാം പാസ്സാവുക എന്നുള്ളതല്ലാതെ അതിൽ നമുക്കിപ്പോൾ ഒരു നോളജ് ഗെയിൻ ചെയ്യാനായിട്ട്, നമുക്കിപ്പോൾ വർക്ക് ലൈഫിൽ നമുക്ക് എക്സാമിൻ്റെ മാർക്ക് കൊണ്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ ഒരു സ്കിൽ, ഒരു നോളജ് വേണം. ആ ഒരു കോമ്പണൻ്റാണ് സാറിൻ്റെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയത്. ഞാനൊരു 12 hours ഷെഡ്യൂൾ ഇട്ടിട്ടാണ് പഠിക്കാറ്. സോ ഇപ്പോൾ എങ്ങാനും നേരത്തെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാം. പഠിച്ചത് അങ്ങനെ ഓർത്തിരിക്കാനായിട്ട് ഞാൻ ഐൻസ്റ്റീനൊന്നും ഇല്ലാത്തത് കൊണ്ട് മറന്നു പോവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ റിവൈസ് ചെയ്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളാണെങ്കിലും പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓർമ്മ നിൽക്കും. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ പേരൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ഫാമിലിയുടെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ എൻ്റെ മോൾക്ക് റാങ്ക് കിട്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ മറ്റേ മേജർ ശ്രീകുമാർ എന്നുള്ളൊരു മൈൻഡൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലൊക്കെ ഇരിക്കും. പക്ഷെ നമുക്കത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പോയി കാണിക്കാൻ പറ്റില്ല, അവർ നമ്മളെ ലൈക്ക് കൊല്ലും.